ഞാൻ ഞാൻ പറയുന്നില്ല. വിട്. ഇന്നലെ സിറ്റുവേഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഇപ്പം ഞാനാണെങ്കിലും ഈഗിളാണെങ്കിലും ഇപ്പം ബ്രാവോ, ശരത്തേട്ടൻ, നമ്മളാണ് ഗ്യാങ്ങിൻ്റെ ലീഡേഴ്സ് ആൻഡ് കോ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ടീമിലൊരു തീരുമാനം എടുക്കാൻ നിലവിൽ നമുക്ക് അറിയാം. അതിപ്പം ഇപ്പോൾ ഈ PvP കാണാൻ വന്നവരുടെ PvP കാണാൻ വരുന്നവർക്ക് സത്യം പറയാൻ അറിഞ്ഞൂടാ എന്താണ് RP എന്നും എന്താണ് TVയുടെ ലെഗസി എന്നും അറിഞ്ഞൂടാ. മനസ്സിലായില്ലേ? ഒരു നോർമൽ ഗ്യാങ് ആക്ട് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നോർമൽ ഗ്യാങ്ങിനെ പോലെ ഇതാക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല TVനെ. ഞാൻ അതുകൊണ്ടാണ്. പിന്നെ ഇന്നലത്തെ സിറ്റുവേഷൻ അല്ലാതെ എന്തൊക്കെ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഫൈൻ ഫൈൻ. കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷനാ. അല്ലാണ്ട് പക്കാ എടുക്കേണ്ട സിറ്റുവേഷൻ എന്ന് ഞാൻ പറയത്തില്ല. മനസ്സിലായില്ലേ? സോ നിലവിൽ അതാണ് എൻ്റെ പോയിന്റ്. സിറ്റുവേഷൻസ് ഇപ്പം ഈഗിൾ പറയുന്നതിലും കാര്യമുണ്ട്. ഈഗിൾ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PvP പ്ലേയേഴ്സ് അവർക്ക് ഫൈറ്റ് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ എന്താ പറയുക, നമ്മൾ ഇപ്പം ഡെയിലി ഗ്രൈൻഡ് ചെയ്യേണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽസ് എന്തായാലും അതിനനുസരിച്ച് വരത്തില്ല. അപ്പോൾ ഡെയിലി ഗ്രൈൻഡ് ചെയ്യണം. സോ എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാ ദിവസവും വാർ എടുക്കാനും പറ്റത്തില്ല. മനസ്സിലായില്ലേ? എല്ലാ ദിവസവും നമുക്ക് വാർ എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ് വേറൊരു കാര്യം. സോ ആ ബാലൻസിങ് എന്നുള്ള പരിപാടി മര്യാദയ്ക്ക് കൊണ്ടുപോകണം. സോ അതിൻ്റെ ഇടയ്ക്ക് ചാറ്റിൽ വന്ന് കൊണയടിക്കുന്ന ശ്രദ്ധയ്ക്ക്, അല്ലെങ്കിൽ നീ വള്ളിയെട് എന്ന് പറയുന്ന ശ്രദ്ധയ്ക്ക്. ബ്രോ 5-6 വർഷമായി പണി തുടങ്ങിയിട്ട് നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് കൊണയ്ക്കരുത്. അങ്ങനെ ചെയ്, ഇങ്ങനെ ചെയ്, നീ അത് ചെയ്, നീ ഇത് ചെയ് എന്ന് വന്ന് കൊണയ്ക്കല്ല്. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ വാല്യൂ ചെയ്യും. അല്ലെങ്കിൽ ബ്രോ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ വാല്യൂ ചെയ്യാറുണ്ട്. അങ്ങനെ ഉള്ള ചാറ്റിന് നമ്മൾ നല്ല വാല്യൂ കൊടുത്ത് തന്നെയാണ് ഒരാൾ സംസാരിക്കാറ്. സോ അത് മൈൻഡിൽ വേണം. ഓക്കെ, മനസ്സിലായില്ലേ? ക്യാം ഫോക്കസ് അല്ല, അത് ഞാൻ കൈ ഇങ്ങനെ വെക്കുമ്പോൾ കയ്യിൽ ഫോക്കസ് വരും. ക്യാമറ കുറച്ച് കൂടിയ ക്യാമറ ഉണ്ടാണ്. അപ്പോൾ ചാറ്റ് ഫുള്ള് കൊണയായിരുന്നു. ഞാൻ കണ്ടില്ല. അപ്പോൾ കുറേ ചാറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ ആഫ്റ്റർ എൻ്റെ ലൈവ് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ നോക്കിയും കണ്ടും കൊണയ്ക്കുക. കാരണം നിങ്ങളിപ്പോൾ എന്തൊക്കെ കടന്ന് കൊണച്ചാലും ഞാൻ എടുക്കാൻ വേണ്ട തീരുമാനം നിങ്ങളുടെ കൊണ കാരണം ഞാൻ മാറ്റാൻ പോകുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എന്ന് പറയുന്നത് ഈ പറയുന്നവരുടെ കാര്യം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ നമുക്ക് വിടാം. ഇന്നലത്തെ POV വെയിറ്റ്. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ഗ്യാങ്ങിൽ ഇപ്പം ഓൾമോസ്റ്റ് ആൾക്കാരും PvP പ്ലേയേഴ്സാ. അപ്പോൾ അവർക്ക് PvP സിറ്റുവേഷൻസ് എടുക്കണമെന്ന് അവർക്കുണ്ട്. അതുപോലെ തന്നെ അവർക്ക് PvP സിറ്റുവേഷൻസ് എടുത്താലേ ആ ഒരു ഫോമിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇത് റിയൽ ആയിട്ടുള്ള കാര്യം. അവർക്കത് വേണം എന്നുള്ള സംഭവം. മനസ്സിലായില്ലേ? സോ ഇപ്പം നമ്മൾ നിൽക്കുന്ന നിലവിലുള്ള ഒരു ഇത് വെച്ചിട്ട് നമ്മളടുത്ത് ആരും സിറ്റുവേഷൻസോ സംഭവങ്ങളൊന്നും എടുക്കാൻ വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മനസ്സിലായില്ലേ? ആരും നമ്മളായിട്ട് സിറ്റുവേഷൻസ് എടുക്കാൻ വരുന്നില്ല എന്നുള്ളത്. കാരണം എനിക്കറിയത്തില്ല അത് എന്താണെന്നുള്ളത്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇത്ര ഈ ഒരു TVക്ക് ഒരു ഹ്യൂജ് ഓഡിയൻസ് ഉണ്ട്. അങ്ങനെ നമ്മളെ പൊക്കി പറയണമല്ല, സ്റ്റിൽ TVക്ക് ഒരു ഹ്യൂജ് ഓഡിയൻസ് ഉണ്ട്. അവരുടെ ഫ്രണ്ടിൽ നാണം കെടാൻ വയ്യ എന്നുള്ള രീതിയിൽ അങ്ങനെ വരാതെ കുറേ പേരുണ്ടാവും. പിന്നെ പേടി കൊണ്ട് വരാത്ത, ഐ മീൻ മനസ്സിലായി, പേടിയായിരിക്കും കുറേ പേർക്ക്. വന്നു കഴിഞ്ഞാൽ തോക്കും, അല്ലെങ്കിൽ കണ്ടന്റ് ആക്കുക, ആ രീതിയിൽ അങ്ങനെ. അപ്പോൾ അതാണ്. ഒരു സെക്കൻഡ്. അയ്യോ എപ്പോഴും എന്തായിരുന്നു ചന്ദ്രൻ്റെ വള്ളി എനിക്ക് ഓർമ്മയുണ്ട്. വെറുതെ ഇരിക്കുന്ന പീഡിയെ വെറുതെ അങ്ങോട്ട് പോയി ചൊറിയുന്ന വള്ളി അല്ലേ ക്ലീൻ വള്ളി. ബ്രോ അഖിൽ ബ്രോ, നീ ഒന്ന് റീസെൻ്റായിട്ട് ഞാൻ TVയെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച ഒരു സിറ്റുവേഷൻ നീ അവസാനമായിട്ട് എന്നെടുത്തെന്ന് പറഞ്ഞ ഒരു 3 മാസം ബാക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പീഡിയായിട്ട് തന്നെ ഒരു സിറ്റുവേഷനിൽ ഞാൻ TVയെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞ അത് വേണ്ട എന്നുള്ള രീതിയിൽ. അതായിരിക്കും നീ പറയുന്നത്. മനസ്സിലായില്ലേ?
നീ കൊണയ്ക്കാനാ വന്നേക്കണേ. നീ ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ കൊണയ്ക്കാനാ വന്നേക്കണേ. നീ സംസാരിക്കാനല്ല വന്നേക്കണേ. മനസ്സിലായോ? അപ്പൊ നിന്റെ അടുത്ത് സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നിന്റെ തലയ്ക്കകത്ത് എന്താണെന്ന് എനിക്കറിയാം. ഓക്കെ. അതുകൊണ്ട് നിന്നെ ഞാൻ വിട്ട്. നിന്നെ ഞാനൊരു ഇതായിട്ട് നിന്നെ കാണുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് നിനക്ക് നിന്റെ തലയ്ക്കകത്ത് കുറച്ചെങ്കിലും കളിമണ്ണെങ്കിലും ഉണ്ടാവും. അപ്പൊ നീ ചോദിക്കുന്നതില് ഉത്തരം പറയണമെന്ന് അല്ലെങ്കിൽ നീ ചോദിക്കുന്നതിന് ഇത് മറുപടി പറയണമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാ. മനസ്സിലായില്ലേ? നീ കുറച്ച് കളിമണ്ണെങ്കിലും വാരി തിന്ന്. നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി വെക്കട്ടെ നിനക്ക്. അങ്ങനെയെങ്കിലും നീ ഒരാളായിട്ടിരിക്കട്ടെ.